എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു യാത്ര ചെയ്തിരുന്നു. നമ്മുടെ കേരളത്തിൻ്റെ അരിപ്പാത്രത്തിനരികിലൂടെ. കേരളത്തിൻ്റെ അരിപ്പാത്രം എന്താ സംഭവം? യെസ്, അങ്ങനൊരു സംഭവമുണ്ട്. നമ്മുടെ കേരളത്തിന് നെല്ലറയായ കുട്ടനാടിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് കേരളത്തിൻ്റെ അരിപ്പാത്രം എന്ന് പറയുന്നത്. അപ്പം ഈ അരിപ്പാത്രത്തിനരികിലൂടെ യാത്ര ചെയ്ത് കഴിഞ്ഞപ്പം ഞാൻ മനസ്സിലാക്കിയ ചില സത്യങ്ങളും അത്ഭുതങ്ങളും. ഇതിനു മുമ്പ് ഞാൻ ഇതുവഴി യാത്ര ചെയ്ത് കഴിഞ്ഞപ്പം ഈ യാത്രയെക്കുറിച്ച് വിവരം പറഞ്ഞായിട്ട് ഞാൻ ഡിബിൻ എന്ന് പറഞ്ഞ സഹോദരനെ വിളിച്ചപ്പോൾ ആ ഡിബിൻ എന്ന് പറഞ്ഞ സഹോദരൻ എനിക്ക് പറഞ്ഞു തന്ന കുറേ വിവരങ്ങളും ഒക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഈ യാത്ര കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയ കുറേ വിവരങ്ങളും എല്ലാം കൂടെ ചേർത്ത് വെച്ച് ചില അത്ഭുതങ്ങൾ എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടും ഈ ജലയാത്ര, അതായത് കോട്ടയത്ത് നിന്ന് ആലപ്പുഴയ്ക്കുള്ള ഈ യാത്രയിൽ ഈ അറിവുകൾ നമ്മൾ മനസ്സിലാക്കാതെ നമ്മൾ യാത്ര ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു പ്രയോജനമില്ലെന്ന് നിങ്ങളോട് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. എനിക്ക് ഈ യാത്ര തരപ്പെടുത്തുന്നത് നമ്മുടെ മൂകാംബിക യാത്ര തരപ്പെടുത്തുന്ന വൈശാഖ കേട്ടോ. വൈശാഖൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാനും വൈശാഖ കൂടെ ഒരു 6:15 ആയപ്പോൾ നമ്മുടെ കോട്ടയത്ത് കോടിമതം എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. കോട്ടയത്ത് കോടിമതമാണ് ബോട്ട് കെട്ടിയുള്ളതാണ്. അവിടെ നിന്നാണ് നമുക്ക് ഈ പറഞ്ഞ ബോട്ടുകൾ. 6:45 നമ്മുടെ ബോട്ട്. ഞങ്ങൾ രണ്ടുപേരും അവിടെ നിന്ന് ഒരു ചായ കുടിച്ചിട്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ബോട്ട് കെട്ടിൽ വന്നു. ബോട്ടിനകത്ത് നിറയെ ആൾക്കാരുണ്ട് കേട്ടോ. അന്ന് ദുഃഖ വെള്ളിയാഴ്ചയാണ്, നിറയെ ആൾക്കാരുണ്ട്. ഞാൻ വിചാരിച്ചു ഈ അവധി ദിവസം എല്ലാവരും എവിടെ പോകണം എന്ന് വിചാരിക്കുകയും ചെയ്തു. എന്നിട്ട് ഞാനൊരു ഓഫീസിൻ്റെ വാതിൽക്ക് ചെന്നു. ഓഫീസിൻ്റെ അത് കേരള വാട്ടർ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ഓഫീസിൻ്റെ വാതിൽക്ക് ചെന്നിട്ട് ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ 2 വലിയ ബോർഡുണ്ട്. ആ ബോർഡിനകത്ത് ഒന്നിനകത്ത് കൺസ്ട്രക്ഷൻ ഫീസിൻ്റെ വിവരങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്, മറ്റതിനകത്ത് വന്നു പോകുന്ന ബോട്ടുകളുടെ സമയവിവരങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാനവിടെ ചെന്ന വിവരം അറിഞ്ഞുകൊണ്ടായിരിക്കണം മരങ്ങളിൽ നിന്ന് വീണ മഞ്ഞപ്പൂക്കൾ വിരിച്ച പാതയിലൂടെ ഞാൻ പതുക്കെ നടന്നു അവിടെ ചെന്ന് ബോട്ടിനെ നോക്കി. ഒരു ബോട്ടിനെ നോക്കാനൊക്കെ ഇതിന് മാത്രമില്ല, ബിൽഡപ്പ് വേണോ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. തീർച്ചയായിട്ടും ഈ ബോട്ട്, അതായത് നമ്മൾ യാത്ര ചെയ്യുന്ന ബോട്ട് എന്ന് പറയുമ്പോൾ തടി കൊണ്ട് നിർമ്മിക്കപ്പെട്ട ബോട്ടാണ്. ഒരുപാട് പഴയ ബോട്ടാണ്. ഈ ബോട്ടിൽ നിന്നുള്ള യാത്രയെന്ന് പറയുമ്പം ഒരു പ്രത്യേക രസമാണ് കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ ഫുള്ളി നല്ല വിസിബിലിറ്റി ഉണ്ട്. നമുക്ക് അതിനകത്തിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് വിശാലമായിട്ട് കാഴ്ചകൾ കാണാം. അതുപോലെ തന്നെ വിശാലമായിട്ട് കാറ്റുള്ളിലേക്ക് കയറും. നല്ല ഓക്സിജൻ കിട്ടും. അപ്പം പുതിയ ഇരുമ്പ് ബോട്ടിനകത്ത് എനിക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുക. ഞാൻ യാത്ര ചെയ്തിട്ടുള്ളതാണ്. മുഴുവൻ അടച്ചു പൂട്ടിയിട്ടുള്ള ഒരു ബോട്ടാണ് പുതിയ ബോട്ടെന്ന് പറയുന്നത്. അപ്പോൾ ഈ പഴയ ബോട്ട് ഇനി തൊട്ട് പുതിയതായിട്ട് നിർമ്മിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് ഈ ബോട്ടിനൊരു പ്രത്യേകത എന്ന് പറയുന്നത്. കാരണം പല സുരക്ഷാ കാരണങ്ങളാലും ഈ ബോട്ടിന് നിർമ്മിക്കേണ്ടെന്നൊരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. പുതിയ ബോട്ടുകൾ നിർമ്മിക്കുമ്പോൾ അത് ഏറെക്കുറെ എല്ലാം കവചിതമായിട്ടുള്ള ബോട്ടുകളായിരിക്കും ഉള്ളത്. ഞാൻ ബോട്ടിലേക്ക് കയറി നമ്മുടെ കോടിമത പാലത്തിലൂടെ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നതാണ്. നല്ല രസമായിട്ടാണ് അത് കാണാനായിട്ട്. അതിനുശേഷം നമ്മൾ പതുക്കെ യാത്ര തുടങ്ങുകയാണ്. ഈ യാത്രയെന്ന് പറയുന്നത് കൊടൂർ ആറെന്ന് പറയുന്ന ഈ ആറാണ്. അതായത് സഹ്യപർവ്വത നിരകളിൽ നിന്നും മഴ പെയ്യുമ്പോഴുണ്ടാകുന്ന നീരുറവുകൾ ചെറിയ അരുവികളായി വന്ന് തോടുകളായി വന്ന് ആ തോടുകളൊക്കെ വന്ന് ചേർന്ന ഒരു ആറാണ് ഒരാറ്. അതായത് എല്ലാം കൂടെ അല്ല, ഒരാറാണിത്. ഈ ആറിന് പേരാണ് കൊടൂരാറെന്ന് പറയുന്നത്. ഈ ആറ്റിലൂടെ നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ആമ്പൽ പൂത്ത് നിൽക്കുന്നതും ചില സീസണിൽ ഉള്ളതാണ് ഈ ആമ്പൽ പൂത്ത് നിൽക്കുന്നതൊക്കെ ഉള്ളത്. അതുപോലെ എനിക്ക് മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ആറിൻ്റെ ഒരു കരയിലാണ് ഓല എന്ന് പറയുന്ന ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ ഷോറൂം ഉള്ളത്. ഞാൻ അതുകൊണ്ടാണ്, എനിക്കറിയില്ല, ഞാൻ അതുകൊണ്ടാണ്. പിന്നെ 58 രൂപ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് 2 പേർ കൂടെ ആലപ്പുഴ വരെയുള്ള ഈ ബോട്ട് ഫെയർ എന്ന് പറയുമ്പോൾ. 6:45 തുടങ്ങി ഏതാണ്ട് 9:30 ആകുമ്പം ആലപ്പുഴ എത്തുകയും ചെയ്യും. അതിനിടയ്ക്കുള്ള ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു വരുന്നത്. നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പം ചില രാജ്യങ്ങളിലൊക്കെ കണ്ടിട്ടില്ലേ, വലിയ ആറ്റിലൂടെ അല്ലെങ്കിൽ ഒക്കെ പോയി കഴിയുമ്പം പാലമൊക്കെ ഇങ്ങനെ മാറിക്കൊടുക്കുന്നു, ബോട്ടിന് വഴി മാറിക്കൊടുക്കുന്നത്. അതുപോലെ ഒരു 5-6 പാലങ്ങളുണ്ട് നമ്മുടെ ഈ കൊടൂരാറിൽ ഈ ബോട്ടിൽ ഇങ്ങനെ സഞ്ചരിക്കാനായിട്ട്. നമ്മൾ യാത്ര ചെയ്യുന്നത് പാസഞ്ചർ ബോട്ടാണ്. ഇതിനകത്ത് ഒരുപാട് യാത്രക്കാർ കയറുന്നുണ്ട്, ഒരുപാട് യാത്രക്കാർ ഇറങ്ങുന്നുണ്ട്. ഇന്ന് അവധി ദിവസമായിട്ട് കൂടി ചൂണ്ടയിടാനൊക്കെ ആൾക്കാർ കയറുന്നുണ്ട്, അവരിറങ്ങുന്നുണ്ട്. അപ്പോൾ ഈ യാത്രയിൽ ഞാൻ ഒരു ചേട്ടനെ പരിചയപ്പെട്ടു. ആ ചേട്ടന് കുറേ നേരം ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. അവിടുത്തെ വേമ്പനാട്ട് കായലിൻ്റെ പ്രത്യേകതകളും ഒക്കെ ഞങ്ങളിങ്ങനെ സംസാരിച്ചു. ഞാൻ ചോദിച്ചു ആർ ബ്ലോക്ക് എന്താണ്, സി ബ്ലോക്ക് എന്താണെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഈ ചേട്ടനോട് ഞങ്ങൾ ചോദിച്ച അവസാനം ഈ ചേട്ടന് ആരാണെന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആ ചേട്ടനോട് പറഞ്ഞത് അദ്ദേഹം നമ്മുടെ സിനിമാടൻ വിജയരാഘവൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണ്. ഏതാണ്ട് 5-6 ഓപ്പറേഷനൊക്കെ കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇപ്പോൾ പോകുന്നില്ല, അത് നിർത്തി. ഇപ്പം ഒരു ചെറിയ കടയൊക്കെ ഇട്ട് വീട്ടിലൊക്കെയാണെന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം ഇറങ്ങിപ്പോകുന്നതിനോട് പറഞ്ഞത് കുറച്ചുകൂടെ
നമ്മൾ നേരത്തെ പരിചയപ്പെടേണ്ടതായിരുന്നു എന്നാണ് പറഞ്ഞത്. കാരണം ഒരുപാട് ഒരുപാട് വിവരങ്ങൾ, അതായത് യാത്രയെക്കുറിച്ചല്ലാതെ മറ്റൊരുപാട് വിവരങ്ങൾ ഞങ്ങൾ അങ്ങോട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷം നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോഴാണ് പെട്ടെന്ന് ആ ആൾക്കൂട്ടത്തിൽ നിന്ന് ഒരാൾ ഇങ്ങോട്ട് എഴുന്നേറ്റ് വന്നിട്ട് മധുരമൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു, എന്താ വിവരം, എന്താ സംഭവം, നിങ്ങളുടെ ആരുടെയും ബർത്ത്ഡേ വല്ലതും ആണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അല്ല, ഞങ്ങളങ്ങ് കാസർഗോഡ് നിന്ന് വരികയാണ് ഈ നമ്മുടെ ഈ ബോട്ടിൽ യാത്ര ചെയ്യാൻ വേണ്ടി, ആ ഒരു സന്തോഷം ഷെയർ ചെയ്യുന്ന വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് സന്തോഷം തോന്നി. അത് നമ്മൾ യാത്ര ചെയ്യുമ്പോഴാണ് പിന്നെ ഇനിയിപ്പോൾ ആർ ബ്ലോക്ക് സി ബ്ലോക്ക് എന്താണെന്ന് ഞാൻ പറഞ്ഞു വരുന്നത്. ഇതൊരു മഹാ അത്ഭുതം തന്നെയാണ്. അതായത് വർഷങ്ങൾക്ക് മുമ്പ് ഇന്നത്തെ ടെക്നോളജികളൊന്നും ഇല്ലാത്ത സമയത്ത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഒരു വലിയ പാടശേഖരത്തിൻ്റെ അത്ഭുത നിർമ്മിതിയാണ് ഈ ആർ ബ്ലോക്കും സി ബ്ലോക്കും എന്നൊക്കെ പറയുന്നത്. ഇതിൻ്റെ കാരണം സഹ്യപർവ്വത സാനുക്കളിൽ നിന്ന് ഫലഭൂയിഷ്ടമായിട്ടുള്ള പല എക്കൽ മണ്ണുകളും വന്നടിഞ്ഞ് കയറുന്നൊരു സ്ഥലമാണ് ഈ വേമ്പനാട്ട് കായൽ എന്ന് പറയുന്നത്. ഈ വേമ്പനാട്ട് കായലിൽ നിന്ന് ഈ എക്കൽ മണ്ണ് ഉയർത്തിയെടുത്ത് പണിതിട്ടുള്ള ഏക്കർ ഏക്കർ കണക്കിന് സ്ഥലത്തിനാണ് ഈ ഓരോ ബ്ലോക്കുകളായിട്ട് തിരിഞ്ഞിരിക്കുന്നത്. അതിന് ബ്ലോക്കാണ് ഈ ആർ ബ്ലോക്കും സി ബ്ലോക്കും എന്ന് പറയുന്നത്. കുട്ടനാടൻ പാടശേഖരത്തിൻ്റെ ഒട്ടുമുക്കാലും എല്ലാ വേമ്പനാട് കായലിലുള്ള എല്ലാ പാടശേഖരങ്ങളും ഇതുപോലെ നിർമ്മിക്കപ്പെടുന്നത്. ഈ നിർമ്മിക്കപ്പെട്ടുള്ള പാടശേഖരങ്ങളുടെ പ്രത്യേകത എന്ന് പറയുമ്പം ഫലഭൂയിഷ്ടമാണ്, വിവിധ തരത്തിലുള്ള കൃഷികൾക്ക് അനുയോജ്യമായിട്ടുള്ള സ്ഥലമാണ്. ഒന്നാലോചിക്കണം, നമ്മുടെ എൻജിനീയറിങ്ങിൻ്റെ ഒരു കാര്യവും ഒരു ടെക്നോളജിയും ഇല്ലായിരുന്ന സ്ഥലത്ത് ആയിരക്കണക്കിന് ആൾക്കാരുടെ പ്രയത്ന ഫലമായിട്ടുണ്ടായിട്ട ഒരു പാടശേഖരമാണ് നമ്മുടെ ഈ കുട്ടനാടൻ പാടശേഖരം. അതിനകത്ത് ഈ ആർ ബ്ലോക്ക് സി ബ്ലോക്ക് അങ്ങനെ ഈ നമ്മുടെ കൈനഗിരി ഭാഗത്തൊക്കെ, ആലപ്പുഴ കൈനഗിരി ഭാഗത്തൊക്കെ ഇതുപോലെ ഓരോ ബ്ലോക്കുകളുണ്ട്. ഇതെല്ലാം ഇതുപോലെ കായലിൽ നിന്നും ഉയർത്തിയെടുത്ത് സമുദ്രനിരപ്പിൽ നിന്നും ഏതാണ്ട് 6 അടിയോളം താഴ്ചയിലും കായൽ നിരപ്പിൽ നിന്നും ഏതാണ്ട് 2-3 അടി ഉയരത്തിൽ മാത്രമാണ് ഈ ഒരു പാടശേഖരങ്ങൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഓർക്കണം, ടെക്നോളജികളൊന്നുമില്ല, മനുഷ്യൻ്റെ അധ്വാന ഫലം മാത്രം, തലച്ചോറ് അധ്വാന ഫലം മാത്രം. അതുപോലെ തന്നെ പഴയകാലത്ത് നാട്ടുരാജാക്കന്മാരുടെ യുദ്ധ കാലത്ത് ഈ വേമ്പനാട്ട് കായലിലൂടെയൊക്കെ ഈ വള്ളപ്പടയാളികൾ ഒക്കെ സഞ്ചരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ആലോചിച്ച് നോക്കി, എത്രത്തോളം വിസ്മയകരമായ സ്ഥലത്തൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. നമ്മളിത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമ്മൾ നേരെ ചെന്നത് വേമ്പനാട്ട് കായലിലേക്കാണ്. വേമ്പനാട്ട് കായലോട് കയറി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ കണ്ണത്താ ദൂരത്തോളം ഇങ്ങനെ വെള്ളം കിടക്കണം. ഈ വെള്ളത്തിനകത്തൂടെ വിവിധ തരത്തിലുള്ള ഹൗസ് ബോട്ടുകൾ വരുന്നതാണ്. അതായത് 2 നിലയുള്ളതും 1 നിലയുള്ളതും ചെറുതും വലുതുമായിട്ട് ഒരുപാട് ഹൗസ് ബോട്ടുകളുടെ 8 കളിയാണ്. പിന്നെ ഈ വേമ്പനാട്ട് കായലിലൂടെ നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വേമ്പനാട്ട് കായലിലേക്ക് വന്ന് കയറുന്ന കൈവഴി നമുക്ക് കാണാം. ബോട്ടുകളൊക്കെ അതുവഴിയാണ് വരുന്നത്. അതുപോലെ തന്നെ ഈ വേമ്പനാട്ട് കായലിലൂടെ നമ്മൾ യാത്ര ചെയ്ത് പിന്നെ നമ്മൾ പുന്നമടക്കായലിലൂടെ നമ്മുടെ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ സ്റ്റാർട്ടിങ് പോയിന്റ് തൊട്ട് നമ്മളിങ്ങനെ യാത്ര ചെയ്തിട്ട് പിന്നെ നമ്മൾ ഫിനിഷിംഗ് പോയിന്റ് ചെന്ന് ഫിനിഷിംഗ് പോയിന്റ് പിന്നെ നമ്മളെ ഇങ്ങോട്ടേ നിന്ന് കയറുന്നത് നേരെ ആലപ്പുഴ ശിക്കാരി വള്ളങ്ങളുടെയൊക്കെ ഇടയിലൂടെ നമ്മൾ നേരെ ആലപ്പുഴ ബോട്ട് ജെട്ടിലേക്ക് എന്ന് നമ്മളിവിടെ ഇറങ്ങി. ഏതാണ്ട് ഒരു 50 കൂടി നമ്മൾ ആലപ്പുഴ ബോട്ട് ജെട്ടിയിലെത്തും. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട പല വസ്തുക്കളും, പല സത്യങ്ങളും, പല അത്ഭുതങ്ങളും, അതാണ് നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മുടെ കേരളത്തിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കേരളത്തിൻ്റെ ഒട്ടുമുക്കാലും എല്ലാ സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് ആ സ്ഥലത്തിന് ഒരുപാട് കഥകൾ പറയാണ്ടായിരിക്കും, ചരിത്രങ്ങൾ പറയാണ്ടായിരിക്കും, സംഭവങ്ങൾ പറയാണ്ടായിരിക്കും. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ശേഷം നമ്മളവിടെ നിന്ന് ഞാനും വൈശാഖൂടെ അവിടെ ബോട്ട് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് ചങ്ങനാശ്ശേരിക്ക് വന്ന് ചങ്ങനാശ്ശേരി ഞങ്ങൾ വീട്ടിലേക്ക് പോരുകയും ചെയ്തു. ഈ യാത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, ജലയാത്ര ഇഷ്ടപ്പെടുന്നുവെങ്കിൽ തീർച്ചയായും നമ്മൾ ഈ ഒരു മേഖലയിൽ വന്ന് കോട്ടയത്ത് വന്ന് കൂടി വന്ന് യാത്ര ചെയ്യണം. കാരണം ഇങ്ങനെ സംഭവവിഹുലമായ ഒരു സ്ഥലത്തൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അതുപോലെ ചങ്ങനാശ്ശേരി വന്ന് യാത്ര ചെയ്യണം. ചങ്ങനാശ്ശേരി എന്ന് പറയുമ്പം അതൊരു ഭയങ്കര സംഭവമാണ്. കാരണം ചങ്ങനാശ്ശേരി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ആദ്യത്തെ മാർക്കറ്റ് ചങ്ങനാശ്ശേരിയാണ്. കുട്ടനാടൻ പാടശേഖരങ്ങളിൽ ഒട്ടുമുക്കാലും എല്ലാ കൃഷി സാധനങ്ങളും വന്ന് കച്ചവടം ചെയ്യുന്ന സ്ഥലമാണ് ചങ്ങനാശ്ശേരി മാർക്കറ്റ് എന്ന് പറയുന്നത്. വിലുത്തമ്പതി വിളവ രാജഭരണകാലത്ത് ആദ്യം തുടങ്ങി വെച്ച മാർക്കറ്റാണ് ചങ്ങനാശ്ശേരി മാർക്കറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ പ്രതീകമായി 5 വിളക്ക് ഇന്ന് കൊടുക്കുന്നത്. അതുപോലെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ സംഭവമായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ആ സ്ഥലത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. അതാണ് യാത്ര എന്ന് പറയുന്നത്. ഇനി പുതിയ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ.